കണ്ണൂർ ജില്ലയിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണത്തിൽ വർധന. 2023-ൽ 28 പേർക്കാണ് രോഗം ബാധിച്ചതെങ്കിൽ ഈ വർഷം 145 പേർക്കാണ് മഞ്ഞപ്പിത്ത ബാധയുണ്ടായത്. 4 മാസം കൊണ്ടാണ് ഇത്രയും വലിയ വർധനവ് റിപ്പോർട്ട് ചെയ്തത്. ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്ത ഔട്ട്ബ്രേക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് രോഗതോത് വർദ്ധിക്കുവാനുള്ള കാരണം. മലിനമായ കിണറുകളും വിവാഹം തുടങ്ങിയ പാർട്ടികളിലെ വെൽക്കം ഡ്രിങ്ക് തുടങ്ങിയവയും മേളകളിൽ വിൽക്കപ്പെടുന്ന ഐസ് ജ്യൂസ് എന്നിവയും രോഗം പടരുന്നതിന് കാരണമായിട്ടുണ്ട്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ എലിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കടുത്ത വേനലിനെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലും ഇടവിട്ട് മഴ ലഭിച്ച സാഹചര്യത്തിലും കൊതുകുജന്യ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും ഇത്തരം രോഗങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജില്ലയിൽ ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ കൊതുകുജന്യ രോഗങ്ങളും മഞ്ഞപ്പിത്തം തുടങ്ങിയ ജലജന്യ രോഗങ്ങളും വർദ്ധിക്കുന്നതായി കണക്കുകൾ കാണിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നുണ്ട്. ഈ വർഷം ഇതുവരെ ജില്ലയിൽ 1149 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത്. 2023-ൽ 79-ഉം 2022-ൽ 40-ഉം മാത്രമായിരുന്നു ഡെങ്കിപ്പനി ബാധിച്ചവർ. ജില്ലയിലെ സാംക്രമിക രോഗങ്ങളുടെ നിലവിലെ സ്ഥിതി ചർച്ച ചെയ്യുന്നതിനും മഴക്കാലപൂർവ്വ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളിലായി നടപ്പിലാക്കുന്നതിനുമായി ചേർന്ന യോഗത്തിന്റേതാണ് വിലയിരുത്തൽ. കൊതുകുകൾ പെരുകുന്നത് തടയാൻ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കി ഉറവിട നശീകരണം ഫലപ്രദമായി ചെയ്യുക, കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ആവശ്യമായ ലേപനങ്ങളോ വലയോ ഉപയോഗിക്കുക, ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കുക, വീടുകളിലെ ഇൻഡോർ പ്ലാന്റുകളുടെ വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായി മാറുക എന്നിവ ചെയ്യുന്നതിലൂടെ സാംക്രമിക രോഗങ്ങളെ ഒരുവിധം തടയാനാകും. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.